ഹായ് ഓൾ, നമ്മൾ ചുരിദാറിൻ്റെ ബാലൻസ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചിരുന്നു. ഇത് ടോപ്പാണേ. ടോപ്പ് നമ്മുടെ കഴുത്ത് അകലം നെക്ക് ബ്രെഡ്ത്ത് 2.1 അടയാളപ്പെടുത്തി, ഷോൾഡറും അടയാളപ്പെടുത്തി, ശേഷം നമ്മുടെ ആം ഹോൾ അടയാളപ്പെടുത്തി 6. അതിനുശേഷം ആ ആം ഹോളിൻ്റെ പോർഷനിൽ നമ്മുടെ നെക്ക് ബ്രെഡ്ത്ത് പ്ലസ് ഷോൾഡർ കറക്റ്റ് അളവിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ ഇച്ചിരി മാറ്റി ഒന്നും കൂടി രേഖപ്പെടുത്തി അതൊരു സ്ക്വയർ പോലെ വരച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ കൈക്കുഴി 1.5 ഇഞ്ചിന് കർവ് ചെയ്യണേ. 1.5 ഇഞ്ചിന് കർവ് ചെയ്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തത് കർവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് 10.75 പ്ലസ് 2 ഇഞ്ചാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. 10.75 ആക്ച്വൽ അളവും 2 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്. അതിനുശേഷം നമ്മൾ 7 ഇഞ്ചിലാണ് നമ്മുടെ വേസ്റ്റ് അളവ് അടയാളപ്പെടുത്തുന്നത്. അത് 9.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും. അതിനുശേഷം 14.5 ഇഞ്ചാണ് ഞാൻ സീറ്റ് അടയാളപ്പെടുത്തുന്നത്. ആ സീറ്റിൻ്റെ അടുത്ത് കറക്റ്റ് വരേണ്ടത് 10.75 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് മാത്രമേ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂട്ടുന്നുള്ളൂ. കാരണം നമ്മളെ അവിടെയാണ് സ്ലിറ്റ് വരുന്നത്. അപ്പോൾ ഈ സ്ലിറ്റ് മടക്കി അടിക്കാൻ വെറും 1 ഇഞ്ചിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മുടെ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയ ചെസ്റ്റ്, വേസ്റ്റ്, സീറ്റ് എന്നിവിടങ്ങളിലെ അളവും അല്ലാതെ കറക്റ്റ് അളവും ചേർത്ത് മാർക്ക് ചെയ്യുക. മേളിൽ കാണിച്ചിരിക്കുന്നത് പോലെ. അതിനുശേഷം നമ്മുടെ വശത്തെ ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ആ പോർഷനിൽ നമ്മൾ സീറ്റ് അളവ് 10.75 പ്ലസ് 1 അല്ലേ അടയാളപ്പെടുത്തിയത്. അപ്പോൾ 11.75. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ കണക്കാക്കി വേണം നമ്മുടെ പ്ലീറ്റ് പോർഷനിൽ അളവ് മാർക്ക് ചെയ്യാൻ. എന്നിട്ട് അത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബോഡി പാർട്ട്, ടോപ്പിൻ്റെ ബോഡി പാർട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിനി അടുത്തത് കഴുത്ത് കട്ട് ചെയ്യാനാണ്. ലൈനിങ് മാറ്റിയിട്ടതിന് ശേഷം ഞാൻ നല്ല തുണിയിലാണ് കഴുത്ത് രേഖപ്പെടുത്തുന്നത്. അവിടെ നമ്മൾ നെക്ക് ബ്രെഡ്ത്ത് ഒന്നും കൂടി അടയാളപ്പെടുത്തി, കഴുത്തിറക്കവും ഒന്നും കൂടി അടയാളപ്പെടുത്തി. എനിക്ക് ഫ്രണ്ട് കഴുത്ത് 5.5 ബാക്ക് കഴുത്ത് 4 വേണ്ടത്. അത് ഒരുമിച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം എനിക്ക് 2നും റൗണ്ട് നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. ആ റൗണ്ട് നെക്ക് അടയാളപ്പെടുത്തി ബാക്ക് കട്ട് ചെയ്തതിന് ശേഷം തുണി സെപ്പറേറ്റ് ചെയ്ത് പിന്നെ ഫ്രണ്ട് നെക്ക് വെട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് ഇതിലൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ ആം ഹോൾ പോർഷനിൽ 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് വെട്ടണം. അത് ഞാനിതിൽ കാണിക്കുന്നില്ല. എങ്കിലും അത് കുഴിച്ച് വെട്ടുമ്പോഴേ നമ്മുടെ കൈ കറക്റ്റ് ഷേപ്പിന് ഇരിക്കുകയുള്ളൂ. പിന്നെ ഇനി അടുത്തത് ഞാൻ വെട്ടുന്നത് കൈയാണ്. കൈ വെട്ടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കൈയിറക്കം എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം കൈക്കുഴിയുടെ അളവ് ചെക്ക് ചെയ്തതിന് ശേഷം അത് തുണിയിൽ അടയാളപ്പെടുത്തി ആ പോർഷനിൽ 4 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് അതും നമ്മുടെ കൈയിറക്കം രേഖപ്പെടുത്തുന്ന പോർഷനിലെ അളവും തമ്മിലൊരു വര വരയ്ക്കുക. അതിനുശേഷം ആ വര എത്രയുണ്ടോ അതിൻ്റെ പകുതി കണ്ടെത്തി അവിടെ ഒരു മാർക്കിടുക. അതിനുശേഷം അത് ഇങ്ങനെ കർവ് ചെയ്ത് ബാക്കി ബാലൻസ് ചരിച്ച് കർവ് ചെയ്ത് നമ്മുടെ കൈയുടെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇറക്കം മാർക്ക് ചെയ്ത് നമ്മുടെ കൈ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാലൻസ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്